ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അച്ചുവും സച്ചുവും കൂടെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു. രാത്രിയിലല്ല, വെളുപ്പിനായി 4 മണിയായി കേട്ടോ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ രാവിലെ ഞങ്ങൾ എഴുന്നേറ്റ് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് സച്ചു ഇങ്ങനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ കാറിലായിരുന്നു വന്നത്. അപ്പോൾ കാർ അവിടെ കിടക്കുന്നതുകൊണ്ട് ഏട്ടനാണെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് സച്ചുവിനെ ഉണർത്തിയതാണ് കേട്ടോ. അച്ചുവിനെ വിളിച്ചിട്ട് എഴുന്നേറ്റ് വന്നില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെയൊക്കെ ശ്രീമൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചുമാമനും ഇറങ്ങി വന്നാൽ വീഡിയോ എടുക്കാതിരിക്കാനാണ് ചരിഞ്ഞൊക്കെ നിൽക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ശുഷ്കാന്തിയോടെ നിന്നുകൊണ്ട് വണ്ടി കഴുകുന്നു. വന്ന വഴി മൊത്തം മഴയായിരുന്നു. അങ്ങനെ വണ്ടി മൊത്തം അഴുക്കായി എന്ന് പറഞ്ഞേ. അപ്പം ഞാൻ ചോദിച്ചു, എറണാകുളത്ത് ഇവിടെ വരെ വരുന്നതിന് പെട്രോൾ കാശിലാവോടാ, നിനക്ക് നഷ്ടമല്ലേ, എന്തിനാ ഇത് വന്നതെന്നൊക്കെ ഞാൻ ചോദിക്കുകയും ചെയ്തു. പിന്നെ കുഴപ്പമില്ല, ചുമ്മാ വന്നതാന്നൊക്കെ പറഞ്ഞേ. അതെല്ലാം കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഒരു വീഡിയോ കാണിച്ചു. അവൻ്റെ വണ്ടി കൊടുത്തെന്ന് പറഞ്ഞു, ബൈക്ക് കൊടുത്തെന്ന് പറഞ്ഞ്. അപ്പം ഞാൻ ചോദിച്ചു, പൈസ എന്തിയാ കൊടുത്തെങ്കിൽ പൈസ എന്തിയെന്ന് വെച്ചാൽ പറയാം, അതേ വെളിയിൽ കിടക്കുന്നെന്ന്. ഈ പറയുന്ന ആ നിമിഷമാണ് ഞങ്ങൾ അറിയുന്നത് ഈ വണ്ടി അച്ചു വാങ്ങിച്ചെന്നും ഇത് അവൻ്റെ വണ്ടിയാണെന്നുള്ള കാര്യം കേട്ടോ. അത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. പ്രതീക്ഷിക്കാതെ അവനൊരു കാറ് വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും വണ്ടി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഏട്ടൻ വണ്ടി ഓടിച്ച് നോക്കാൻ പോവുകയാണേ. അപ്പോൾ റിയാക്ഷൻ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു സച്ചു. എൻ്റെ അടുത്ത് പറയുന്നതും അമ്മയുടെ അടുത്ത് പറയുന്നതും ഞങ്ങൾ വണ്ടി കാണുന്നതിൻ്റെ എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്നും നമ്മൾ അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ അധികം വീഡിയോ ഒന്നും ആദ്യം എടുത്തില്ലായിരുന്നു. പിന്നെ രാവിലെ ഞാൻ ഓർക്കുന്നുണ്ട്, ഇവന്മാരൊന്നും മേലാണെങ്കിൽ പണി ചെയ്യുന്നത് ആൾക്കാരല്ലേ, എന്നിട്ട് ഈ വണ്ടി വലിയ കാലത്ത് കഴുകുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. സ്വന്തം വണ്ടിയാകുമ്പം കഴുകാനും ഒരു ഉന്മേഷമല്ലേ. അങ്ങനെ വണ്ടിയെല്ലാം കഴുകിയെല്ലാം ഇട്ടതിന് ശേഷമാണ് ഞങ്ങളോട് പറയുന്നത് ഇത് അവനെടുത്ത വണ്ടിയാണെന്നുള്ളത്. അങ്ങനെ വണ്ടി എടുത്തപ്പോൾ ഏട്ടൻ ഓടിച്ചു നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോഴത്തേക്ക് സച്ചു എല്ലാം വണ്ടി കയറി. അപ്പോൾ നമുക്കൊരു ഡ്രില്ലിങ് മെഷീനും കൂടെ നമുക്ക് വാടകയ്ക്ക് എടുക്കണമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും കൂടെ അങ്ങ് പോകുന്നത്. എന്തായാലും പോവല്ലേ, ഒന്ന് പോയിട്ട് വരാമെന്നും പറഞ്ഞ് പോകുന്നുണ്ട് എല്ലാവരും കൂടെ. അപ്പോൾ കാശി രാവിലെ ട്യൂഷനല്ല സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ അറിഞ്ഞിട്ടില്ല ഈ വണ്ടി അച്ചുവിൻ്റെ ആണെന്നുള്ള കാര്യം. അത് വണ്ടി വന്നപ്പോഴത്തേക്ക് രാവിലെ 6:00 ചോദിച്ചപ്പോൾ അച്ചുമാവൻ വന്ന വണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ല, ഒന്നും പറഞ്ഞില്ലായിരുന്നേ. അതെല്ലാം കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർ പോയിട്ടിങ്ങ് വന്നു. അത് കഴിഞ്ഞ് 12:30 ആയപ്പോഴത്തേക്ക് കാശിയും സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി ഒരു 5 ദിവസം അവധിയാണല്ലോ, അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിട്ടാണ് വരുന്നത്. എക്സാമൊക്കെ നല്ലതായിട്ട് എഴുതിയെന്ന് പറഞ്ഞു. ഫ്രൂട്ടിയൊക്കെ ഓട്ടോമാവൻ വാങ്ങിച്ചു കൊടുത്തതാണെന്നും പറഞ്ഞേ. അങ്ങനെ വീട്ടിലോട്ട് വന്ന് വണ്ടി കിടക്കുന്നതൊക്കെ കണ്ടു. അന്നേരം നമ്മൾ പറയുന്നില്ല കാശിയുടെ അടുത്ത് അച്ചു വാങ്ങിച്ച വണ്ടിയാണ്. അങ്ങനെ അകത്ത് വന്ന ഉടനെ അവർ പറഞ്ഞു അച്ചുമാവൻ വാങ്ങിച്ച വണ്ടിയാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര തുള്ളിച്ചാട്ടമൊക്കെ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മളിതെല്ലാം കർട്ടൻ ഇടാൻ വേണ്ടിയിട്ടാണ് ഡ്രില്ലിങ് മെഷീൻ എടുത്തത്. ഞാൻ 2-3 പേരുടെ അടുത്ത് പറഞ്ഞായിരുന്നു. പക്ഷേ അവർക്ക് ചെറിയ പണി ആയതുകൊണ്ടും പിന്നെ ജോലി ഉള്ളത് കൊണ്ടും ആർക്കും വരാൻ പറ്റിയില്ല. അതുകൊണ്ട് നമ്മളാണെങ്കിൽ എല്ലാം എനിക്ക് അച്ചും കൂടെ ഒന്ന് ചെയ്തു തന്നു. ഇത് അച്ചുവിൻ്റെ 2 ഫ്രണ്ട്സാണ്. അവർ കൊട്ടിയത്താണ് താമസിക്കുന്നത്. അപ്പോൾ അച്ചു വന്നപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് കാണാനായിട്ട്. അപ്പം വീഡിയോ എടുക്കുന്നതിന് പറയുവാണ്. അപ്പം പറഞ്ഞു, ചേച്ചിയുടെ വീഡിയോസൊക്കെ ഞങ്ങൾ കാണാറുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ സന്തോഷമായി. അച്ചു കൂട്ടുകാർക്കെല്ലാം എൻ്റെ ചാനൽ അയച്ചു കൊടുത്തിട്ടുണ്ടല്ലോ എന്നുള്ള ഇതിൽ. അത് കഴിഞ്ഞ് നമ്മളൊരു ഉച്ചയ്ക്കൊരു 3 മണിയായി കേട്ടോ. അത്രയും സമയവും നമ്മൾ ഈ കർട്ടൻ ഇടുന്നതിൻ്റെയും ഈ ഇതെല്ലാം ഡ്രില്ല് ചെയ്യുന്നതിൻ്റെ എനിക്ക് കുറച്ച് ഫോട്ടോസൊക്കെ വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം പണിയിലായതുകൊണ്ട് ഞാൻ അമ്മയോട് പറഞ്ഞു പിള്ളേരെ നോക്കണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഫുഡൊന്നും ഉണ്ടാക്കിയതുമില്ല. പിന്നെ വണ്ടി എടുത്തതിൻ്റെ ചിലവിന് നമ്മൾ പോവുകയാണ്. അച്ചുമാവൻ പറഞ്ഞു നമുക്ക് പോയി ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞു. എന്തായാലും നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി. പള്ളിമുക്കിലൊക്കെ ഭയങ്കര ബ്ലോക്കാണെന്ന് ഏട്ടൻ വിളിച്ചവൻ പറഞ്ഞായിരുന്നു. ഏട്ടൻ ജോലിക്ക് അങ്ങ് പോയല്ലോ. ഞാൻ പറഞ്ഞു ഏട്ടാ ഫുഡ് കഴിക്കാൻ ഞങ്ങൾ വന്ന് കഴിഞ്ഞിട്ട് ഹോട്ടലിൽ വന്നിട്ട് പറയാം, എന്നിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആദ്യം പോയത് പള്ളിമുക്കിൽ മർഹബയിലോട്ടായിരുന്നേ. അവിടെ ചെന്ന് നമ്മൾ കയറി. അപ്പോൾ അവിടോട്ട് കയറാൻ വേണ്ടി തന്നെ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. കുറേ സമയം ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് കയറിയത്. അവിടെ ചെന്നിരുന്ന് മെനു എല്ലാം നോക്കി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഗ്യാസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മുടെ റൊട്ടി ഐറ്റംസ് ഒന്നുമില്ല, കുബൂസും അൽഫാമും മാത്രമേ ഉള്ളൂ, പിന്നെ മന്തിയും ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ മാടനട ഗ്രീൻ ഹയാത്തിലോട്ടാണ് പിന്നെ പോയത്. അവിടെ ചെന്നപ്പം ആദ്യമേ അച്ചു ഇറങ്ങിപ്പോയി ചോദിച്ചു പൊറോട്ട ഉണ്ടോ അൽഫാം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പൊറോട്ട വേണം അല്ലെങ്കിൽ റൊമാലി റൊട്ടി വേണം, അങ്ങനെ എന്തെങ്കിലും വേണം, കുബൂസ് വേണ്ട എന്നുള്ള ഇതുകൊണ്ടാണ് അപ്പുറത്തുനിന്ന് കഴിക്കാൻ. അങ്ങനെ നമ്മൾ ഏട്ടനെ വിളിച്ച് പറഞ്ഞ് നമ്മൾ അവിടെ ഇറങ്ങിയില്ല, നമ്മൾ ഇപ്പുറത്തെ ഗ്രീൻ ഹയാത്തിലോട്ട് വന്നിട്ടുണ്ട്, അങ്ങോട്ട് പോകാൻ സാധനം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അപ്പോഴേക്കും ശ്രീമോനങ്ങ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു വണ്ടിയിലിരുന്നു. അപ്പോൾ രാവിലെ ഒന്നും ഉറങ്ങിയില്ല. ഇവന്മാരുടെ എല്ലാം പുറകെ അങ്ങ് ചാടി മറിഞ്ഞ് നടക്കുമായിരുന്നു. അതുകൊണ്ട് ഉറങ്ങിയതേ ഇല്ലായിരുന്നു. അപ്പം വണ്ടിയിലിരുന്ന് എന്തായാലും ഉറങ്ങി. കുഞ്ഞ് കഴിക്കാനൊന്നും ആ സമയമൊക്കെ ആയപ്പോഴേ നല്ല ഉറക്കമായിരുന്നു. അതുകൊണ്ട് എനിക്ക് വൈകുന്നേരം കഴിക്കാൻ പറ്റി, ശ്രീമോൻ ഉറങ്ങിയത് കൊണ്ട്.
അങ്ങനെ ഏട്ടനെ വിളിച്ചു. ഏട്ടൻ വരാമെന്നും പറഞ്ഞു. ഒന്നാമത്തെ കാര്യം നമ്മൾ വീട്ടിൽ ജോലിയായിരുന്നു. അതുമാത്രമല്ല ഏട്ടൻ പറഞ്ഞു ഞാൻ ഉച്ചയ്ക്ക് ഒരു ഫുഡ് വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അന്നേരം അച്ചു പറഞ്ഞു വേണ്ട ഇപ്പോഴൊന്നും വിശപ്പായാലും നമുക്ക് പുറത്ത് പോയി കഴിക്കാം. അങ്ങനെ പിന്നെ നമ്മൾ അവൻ്റെ ചിലവങ്ങാക്കി ഇതിലെ. അങ്ങനെ നമ്മൾ പൊറോട്ടയും അവന്മാർക്ക് ക്രീമി അൽഫാമായിരുന്നു പറഞ്ഞു. എനിക്ക് ഏട്ടനും സാധാ അൽഫാമും പറഞ്ഞു. അമ്മയാണെങ്കിൽ പൊറോട്ടയും ചില്ലി ചിക്കനും ഒക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് മൊജിറ്റൊക്കെ കുടിച്ച് എനിക്കിതൊന്നും വേണ്ട, അതുകൊണ്ട് ഞാൻ അതൊന്നും കുടിച്ചില്ല. അങ്ങനെ അവരതെല്ലാം കുടിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. ബില്ലൊക്കെ അടച്ചിട്ട്. അപ്പം എന്തുവാ കാശി എന്തോ ലേസോ എന്താണ്ട് വാങ്ങിക്കാനായിട്ട് അവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ ലേഹയെ പറ്റിച്ച് അതും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ബില്ലൊക്കെ അടിച്ച് പോരുവാണ്. അപ്പം ഞങ്ങൾ പോയി വണ്ടിയിലോട്ട് കയറാൻ പോകുന്നു. ഏട്ടൻ നേരെ ബാങ്കിലോട്ടുമാണ് പോകുന്നത്. അപ്പോൾ വണ്ടിയുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം, അതുകൊണ്ട് നമ്മൾ താന്നി ബീച്ചിലോട്ട് പോവുകയാണെന്ന് അച്ചു പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും പോവല്ലേ, വണ്ടിക്കകത്ത് ഞങ്ങളും ഇരുന്നോളാമെന്നും പറഞ്ഞിട്ട് ഞങ്ങളും കയറി വണ്ടിയിൽ പോന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഞങ്ങളെ കൊണ്ടുവിടണ്ട, നമുക്ക് നേരെ താന്നി ബീച്ചിൽ പോകാമെന്ന് പറഞ്ഞു. അമ്മ വന്നു കഴിഞ്ഞ് ബീച്ചിലോട്ടൊന്നും പോയില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു പോക്ക് അങ്ങനെ അങ്ങ് ആവുമല്ലോ എന്ന് കരുതി അവർ ഫോട്ടോ എടുക്കുന്നു. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ കടപ്പുറത്തോട്ട് ഇറങ്ങി. അവിടെ പിള്ളേരെന്തോ നമ്മൾ ബീച്ച് അങ്ങ് വരെ എത്തിയില്ല, അതിന് മുമ്പ് തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ശ്രീമോൻ ഉറക്കം എഴുന്നേറ്റതേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. കുറച്ച് സമയമൊക്കെ ഞാനും ശ്രീമോനും കൂടെ അവിടെ വെളിയിൽ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് സച്ചു വന്നതിന് ശേഷമാണ് എൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തത്. അത് ഞാൻ ചെറിയൊരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇവർ അപ്പുറം ഇപ്പുറം എല്ലാം പോയി വീഡിയോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവന്മാരുടെ വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു കുറേ സമയം. നമ്മൾ വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, അതൊക്കെ തന്നെ ആയിരുന്നു മെയിൻ പരിപാടി. അതിൻ്റെ ഇടയിൽ കൂടെ എന്തുമായാലും കാശി ശ്രീമോനും അത്രയും കുഴിയും കുഴിച്ച് മണ്ണും എല്ലാം ഇളക്കി മറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ബീച്ചിലോട്ട് പോകുന്ന അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഡ്രസ്സും എടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഡ്രസ്സൊന്നും ഇടേണ്ടി വന്നില്ല, എല്ലാം ഒന്ന് തൂത്ത് തുടച്ചൊക്കെ എടുത്തതേ ഉള്ളൂ. വെള്ളത്തിലോട്ട് അധികം ഇറക്കിയില്ല, മണ്ണിലൊക്കെ ഇരുന്ന് കളിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ മൊത്തം തുടച്ചിങ്ങ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ശ്രീമോനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ ശ്രീമോൻ കയറത്തില്ല. ശ്രീമോന് ഭയങ്കര അങ്ങ് ചാട്ടവും ഭയങ്കര ഓട്ടവും ഒക്കെ ആയിരിക്കും. ഇറക്കാതിരുന്ന ഒരു പ്രശ്നമില്ല, ഇറക്കി കഴിഞ്ഞാൽ കയറത്തതുമില്ല. അതാണ് അവൻ്റെ അവസ്ഥ. അപ്പോഴത്തേക്ക് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ്. അപ്പോഴത്തേക്ക് ഇരുട്ട് ചെറിയ രീതിയിൽ ഇരുട്ടായിട്ടുണ്ട്. അപ്പം അസ്തമയമൊക്കെ കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മ കുറേ നേരം കൊണ്ട് പറഞ്ഞിട്ട് ഈ സൂര്യന് ഞാനൊന്നും കൈ പിടിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെറിയ വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മൾ വണ്ടിയിൽ കയറി ഞങ്ങൾ പൊക്കോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ സ്പ്രിങ്കിൾസ് ആയിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ അത് ശ്രീമോനെ മുമ്പേ ഉറങ്ങിയതുകൊണ്ട് കഴിച്ചില്ല. അങ്ങനെ ഇപ്പോൾ അത് കഴിക്കുവാണ് കേട്ടോ. അപ്പം കാശിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ വായിലും ഒക്കെ വെച്ച് തന്നു. അങ്ങനെ അച്ചുമാമനാണ് വണ്ടി ഓടിക്കുന്നത്. അച്ചു വണ്ടി ഓടിക്കുമ്പോൾ ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ വണ്ടിയിൽ. അങ്ങനെ പിന്നെ അവൻ വണ്ടി ഓടിച്ചു. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് എത്തുവാണ്. അപ്പോൾ അതിന് മുമ്പ് ഏട്ടൻ വിളിച്ചു, നിങ്ങൾ വീട്ടിലെത്തിയോ, വരാനാന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞില്ല ഏട്ടാ, ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ, എന്നിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. താക്കോൽ എൻ്റെ കയ്യിലായിരുന്നല്ലോ. അങ്ങനെ ശ്രീമോ നല്ല ഉത്സാഹത്തിൽ നിൽക്കുമായിരുന്നു. ഉറക്കമൊക്കെ എഴുന്നേറ്റ് ഫുഡൊക്കെ കഴിച്ച് ഒന്ന് ചാടി മറിഞ്ഞൊക്കെ നിന്നപ്പോഴത്തേക്ക് അവൻ ഉഷാറായി. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഏട്ടനും നമ്മുടെ പുറകെ ഇപ്പോൾ എത്തി. അങ്ങനെ ഇന്ന് വലിയൊരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അച്ചു വണ്ടി എടുത്ത് എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ഞങ്ങളോട് പറയാതെ എടുത്തെങ്കിലും അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ അച്ചാച്ചനും ഇതുപോലെ തന്നെയായിരുന്നു. നമ്മളാണെങ്കിൽ അറിയാതെ പെട്ടെന്നാണ് സർപ്രൈസാണ് തരുന്നതെല്ലാം. അതുകൊണ്ട് ഒരുപാട് സന്തോഷമായി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്